നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ലേഖികയുടെ കലഹത്തിന് ഈശോ കൊടുത്ത ഉത്തരം. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം. ഈശോ എനിക്കിട്ട് തന്ന പണി. കുറച്ചു വർഷങ്ങൾ പിറകിലോട്ടുള്ള ഒരു യാത്ര. 2006 മെയ് മാസം. പതിവ് പോലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നു. മിൽട്ടൺ ബ്രദറാണ്. ദുബായ് സെയിന്റ് മേരീസ് ദേവാലയത്തിൽ ഷാലോം ടൈംസ് മാസിക വിതരണം ചെയ്യുന്ന ദൈവവചന പ്രഘോഷകൻ. എല്ലാ മാസവും ദൈവാലയമുറ്റത്ത് ഷാലോം മാസിക കയ്യിൽ പിടിച്ച് ആളുകളെ കാത്തു നിൽക്കുന്ന കാഴ്ച പലതവണ കണ്ടിട്ടുള്ളതാണ്. ചെയ്യുന്ന ദൈവവേലയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്ന വ്യക്തി. എന്തായാലും അന്ന് എനിക്കൊരു പണിയുമായിട്ടായിരുന്നു പുള്ളിയുടെ നിൽപ്പ്. നിന്റെ പരിചയത്തിലുള്ള നഴ്സുമാർക്ക് ഷാലോം വേണമോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ കോപ്പികൾ വരുത്താം. ഒരു ദൈവവേലയല്ലേ, നോക്കാമെന്നൊരൊഴുക്കൻ മട്ടിൽ ഞാൻ പറഞ്ഞു. ഇടയ്ക്കിടെ എന്നെ കാണുമ്പോഴൊക്കെ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ഒടുവിൽ 30ഓളം നഴ്സുമാരെ ഈശോ ക്രമീകരിച്ചു. എല്ലാം പറഞ്ഞുറപ്പിച്ച് പണവും സമാഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഇനി മുതൽ ഈ 30ഓളം നഴ്സുമാർക്ക് ഞാൻ ഷാലോം കൊണ്ടുപോയി കൊടുക്കണം. കാരണം എനിക്കല്ലേ അവരെയെല്ലാം പരിചയമുള്ളൂ. എപ്പോഴും ഈശോയ്ക്കും മാതാവിനും അങ്ങോട്ട് പണി കൊടുത്ത് സന്തോഷിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് എനിക്ക് ഇങ്ങോട്ടൊരു അടാർ പണിയാണല്ലോ കിട്ടിയതെന്ന് തോന്നി. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ദൈവവേലയാവട്ടെ എന്ന് കരുതി തുടർന്നുള്ള മാസങ്ങളിൽ ഞാൻ നഴ്സുമാരുടെ ഇടയിലെ ഷാലോം വിതരണക്കാരിയായി. 4 വർഷം ഈശോയുടെ കൃപയാൽ കടന്നുപോയി. പല ആശുപത്രികളിൽ നിന്നുള്ള നഴ്സുമാർ ആയതുകൊണ്ട് ഒരു മാസത്തിൽ തന്നെ പല ദിവസങ്ങൾ ഷാലോം വിതരണത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ചിലപ്പോൾ 1 മണിക്കൂർ കൂടി ചിലവഴിച്ച് ഷാലോം മാസിക കൊണ്ടുപോയി കൊടുക്കും. ഇടയ്ക്കൊക്കെ ഞാൻ ഈശോയുടെ വഴക്കിടും, നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെയിരിക്കെ 2019 ഫെബ്രുവരി മാസം 3-ാം തീയതി രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു നടുവേദന എന്നെ ആലിംഗനം ചെയ്തു. ഇരിക്കാനും നടക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥ. MRI ചെയ്തപ്പോൾ നട്ടെല്ലിലെ 2 ഡിസ്കിൽ ബൾജ് ഉള്ളതായി കണ്ടെത്തി. 1 വർഷം നട്ടെല്ലിൽ ബെൽറ്റ് ഇട്ടിട്ടാണ് റോബോട്ടിനെ പോലെ നടന്നിരുന്നത്. ഇരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 15 മിനിറ്റിൽ കൂടുതൽ ഇരിക്കാൻ കഴിയുകയുമില്ല. എങ്കിലും സ്പൈനൽ ബെൽറ്റ് ധരിച്ച് ജോലിക്ക് പോയി മാസിക വിതരണവും തുടർന്നു. അങ്ങനെയിരിക്കെ 2020 കോവിഡ് കാലം വന്നു. ലോകം വിറങ്ങലിച്ച് നിന്നപ്പോൾ ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ശാരീരിക സഹനങ്ങൾ ഒരു തുടർ പരമ്പരയായി. 3 മാസങ്ങൾ വീതം കടന്നു പോകുമ്പോൾ എന്റെ ശരീരത്തിന്റെ ഓരോ ജോയിന്റുകളും എന്നോട് സമരം ചെയ്യാൻ തുടങ്ങി. കഴുത്തിൽ നെക്ക് കോളർ ഇടേണ്ട അവസ്ഥ. ഇരുവശങ്ങളിലെയും ഷോൾഡർ ജോയിന്റ്, 2 കൈമുട്ടുകൾ, 2 കാൽമുട്ടുകൾ, 2 ഹിപ്പ് ജോയിന്റ്, കൈകാൽ വിരലുകൾ, വാരിയെല്ലുകളുടെ ജോയിന്റുകൾ, അങ്ങനെ ശരീരം മുഴുവൻ ഈശോ ചുംബനങ്ങൾ കൊണ്ടുമൂടി. മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേര് നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. ഈ വരികൾ ഏറ്റവും കൂടുതൽ പാടിയ നാളുകൾ. മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഈ വരികളാക്കി. ശരീരം മുഴുവൻ നീരും വേദനയും. എന്റെ അനുദിന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥ. മെഡിക്കൽ സയൻസിന് ചെയ്യാവുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്തു. ഒരു ടെസ്റ്റിൽ പോലും അബ്നോർമാലിറ്റി ഇല്ല. 14 MRI ചെയ്തു, വിവിധ ജോയിന്റുകളിലായി. അതിലെല്ലാം ജോയിന്റുകളിൽ തേയ്മാനവും ഇൻഫ്ലമേഷനും കണ്ടുപിടിച്ചു. പക്ഷേ രോഗനിർണയം പിന്നെയും നീണ്ടു. ചിലരെങ്കിലും ഇതെല്ലാം എന്റെ അഭിനയമാണെന്ന് പറഞ്ഞ അവസരങ്ങളും കടന്നുപോയി. ഓരോ ജോയിന്റുകളും പരിമിതികളിലേക്ക് ഒതുങ്ങിക്കൂടാൻ തുടങ്ങുമ്പോൾ ഈശോയുടെ കുരിശുരൂപത്തിലെ ഓരോ ജോയിന്റിലും ഞാൻ പലതവണ നന്ദി സൂചകമായി 100 ചക്കരയുമ്മകൾ കൊടുക്കുമായിരുന്നു. 30 മിനിറ്റിൽ കൂടുതൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. തലമുടി തോർത്താൻ കഴിയില്ല. പേന പിടിക്കാനോ എഴുതാനോ കഴിയില്ല. മൊബൈൽ ഫോൺ കയ്യിൽ പിടിക്കാൻ കഴിയില്ല. അങ്ങനെ പോകുന്നു ഈശോയുടെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ. ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഫ്ലൈറ്റിൽ നിന്നും നടന്നും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നഴ്സ് എന്ന നിലയിലുള്ള ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ എന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഈശോ എന്റെ ജോലി സാഹചര്യങ്ങൾ ക്രമപ്പെടുത്തി തന്നു. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് ഈശോ രോഗനിർണയം നടത്തിയത്. സ്പോണ്ടിലോ ആർത്രൈറ്റിസ്. ജോലി കഴിഞ്ഞ് മുറിയിലെത്തിയാൽ കൂടുതൽ സമയവും കട്ടിലിൽ കിടപ്പാണ്. ഈശോയോടുള്ള സ്നേഹത്തിന്റെ നിമിഷങ്ങളാണത്. പക്ഷെ 2 വർഷത്തോളം ഷാലോം ടൈംസിൽ പ്രസിദ്ധീകരിച്ച എല്ലാ ദൈവാനുഭവങ്ങളും ഈശോ എന്നെ കട്ടിലിൽ കിടത്തി എഴുതിച്ചതാണ്. പേന പിടിക്കാനോ എഴുതാനോ കൂടുതൽ സമയം ഇരിക്കാനോ കഴിയാത്തതുകൊണ്ട് മൊബൈൽ ഫോൺ കട്ടിലിൽ വെച്ച് കിടന്നുകൊണ്ട്
മംഗ്ലി ഷാപ്പിലൂടെ ടച്ച് ചെയ്താണ് എഴുതുന്നത്. എന്റെ സഹനങ്ങളിൽ എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല, കാരണം അത് ഈശോയുടെ സമ്മാനമാണ്. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഈശോ ഒരു വലിയ സമ്മാനം കൂടി തന്നു. ഷാലോം എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ എന്ന അംഗീകാരം. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. സഭാപ്രസംഗകൻ 6:2. മാസിക വിതരണം ചെയ്യുന്ന സമയത്ത് നീ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച എന്നോട് ഉവ്വ് കാണുന്നുണ്ട് എന്ന് ഈശോ പറയുന്നത് പോലെ സഹനത്തിന്റെ നീണ്ട കാലയളവിൽ എന്റെ വേദനകളേക്കാൾ പരിമിതികളേക്കാൾ ഈശോയുടെ സ്നേഹവും കരുതലും 10,000 മടങ്ങ് അനുഭവിച്ചറിയാൻ ഈശോ കൃപ ചെയ്തു. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് എന്റെ നസ്രായനോടുള്ള സ്നേഹം കൂടുതൽ ജ്വലിച്ചു. ഈശോയുടെ സ്നേഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എന്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 51:8.